ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഇൻട്രോ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ വീഡിയോസ് കുറേ ആളുകൾ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ ആരാണെന്നോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ചെറുതായിട്ടൊരു ഇൻട്രോ വീഡിയോ ആയിട്ട് എടുത്തിടാമെന്ന് വിചാരിച്ചു. എൻ്റെ പേര് സോണി. എൻ്റെ പേര് സുജിത്ത്. ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഞങ്ങൾക്കൊരു കുഞ്ഞാവുണ്ട്, ഋതിക്കുട്ടിൻ്റെ പേരിലാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. പേര് ഞങ്ങളുടെ സ്ഥലം വന്നിട്ട് പാലക്കാട് ജില്ലയില് വണ്ടിത്താളം എന്നൊരു സ്ഥലത്താണ്. ഞാൻ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണ്. ഞാൻ ഇപ്പോൾ വർക്കൊന്നും ചെയ്യുന്നില്ല. ഞാനിവിടെ അടുത്ത് കരുണ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തൽക്കാലത്തേക്ക് കുഞ്ഞാവ ആയതുകൊണ്ട് ജോബൊക്കെ നിർത്തിവെച്ച് PSC ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ യൂട്യൂബും കൂടെ ഒന്ന് ജസ്റ്റ് ചെറിയ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. പിന്നെ അങ്ങനെ യൂട്യൂബ് നോക്കുന്നുണ്ട്, PSC നോക്കുന്നുണ്ട്. അങ്ങനെ വേറെ വർക്കിനൊന്നും പോകുന്നില്ല. ഞങ്ങൾ Q&A പേജിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് ഫീഡ്ബാക്സും ക്വസ്റ്റ്യൻസും ഒക്കെ കൂടി കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് Q&A വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ അവതരണത്തിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക. ഫസ്റ്റ് ഇങ്ങനെ ഓൺ വോയിസിലിടുന്ന വീഡിയോ ആദ്യമായിട്ടാണ്. അല്ലാതെയൊക്കെ വോയിസ് ഓവറാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. പിന്നെ സ്കൂളിംഗ് ഒക്കെ ഞങ്ങൾ ഇവിടെ തന്നെയാണ്, വണ്ടിത്താവളം പാലക്കാട് തന്നെയാണ്. ഞങ്ങളിവിടെ വണ്ടിത്താവളം സ്കൂളാണ് പഠിച്ചത്, KKMHS. പിന്നെ എൻ്റെയും വൈഫിൻ്റെയും വീട് തമ്മിൽ 4-5 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. പിന്നെ ഒബ്വിയസ്ലി വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ്. ഞങ്ങളുടെ ലവ് പ്ലസ് അറേഞ്ച്ഡ് മാരേജ് ആണ്. ഞങ്ങൾ ലവ് ചെയ്തു, വീട്ടുകാരനോട് പറഞ്ഞു, അവര് കല്യാണം കഴിച്ചു തന്നു. അങ്ങനെയായിരുന്നു. പിന്നെ ഈ മെയ്യില് അടുത്ത മാസം ഞങ്ങളുടെ 4th ആനിവേഴ്സറി ആണ്. 4 വർഷമായി ഞങ്ങൾ ഒരുമിച്ചിട്ട്. പ്രേമിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷത്തിന് മേലെയായി. ഞങ്ങള് ഒരുമിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരേ ക്ലാസ് അല്ല. ഞാൻ ബയോളജി സയൻസ് ആയിരുന്നു, സുജി കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. സെയിം സ്കൂളിലായിരുന്നു. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ലാംഗ്വേജിന് ഒരുമിച്ചായിരുന്നു, ഒരു ക്ലാസ്സിലായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊന്നും നമ്മൾ അങ്ങനെ സംസാരിക്കുക, അങ്ങനെ അറിയോ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം സ്കൂളിങ് കഴിഞ്ഞതിന് ശേഷമാണ്, ആ മിസ്സിങ് ആവുന്ന ഒരു ടൈമിലായിരുന്നു നമുക്ക് ഇഷ്ടമാണെന്നൊക്കെ മനസ്സിലായത്. പിന്നെ അങ്ങനെ അത് നമുക്ക് വേറൊരു കഥയായിട്ട് പറയാം അല്ലേ. ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്ന എപ്പിസോഡായിട്ട് ഞങ്ങൾ വേറെ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ സ്കൂളിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പഠിച്ചത് നാട്ടിൽ കോളേജിലായിരുന്നു, കൊഴിഞ്ഞാമ്പാറ നാട്ടിൽ കോളേജ്, ഗവൺമെൻറ് കോളേജിൽ. സുജി അഹല്യ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്, മെക്കാനിക്കൽ ഫീൽഡായിരുന്നു. ഞാൻ മൈക്രോബയോളജി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിഗ്രി കഴിഞ്ഞ് PG ശ്രീനാരായണ ഗുരു കോളേജിൽ SNGC കോയമ്പത്തൂർ ചാവടിയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാനിവിടെ കരുണ മെഡിക്കൽ കോളേജിൽ ജോലിക്ക് കയറി. പിന്നെ സുജി, ഞാന് പഠിത്തം കഴിഞ്ഞ് 1 കൊല്ലം ജോലി തപ്പി നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ജോലികൾ കിട്ടുമായിരുന്നു, പക്ഷേ സ്റ്റാർട്ടിങ് സാലറി ഒക്കെ ഭയങ്കര കുറവായിരുന്നു. നമ്മൾ ബംഗാളികളെ പോലെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ, ആ റേഞ്ചായിരുന്നു. പഠിച്ചിറങ്ങി ഒരു ഫ്രഷറിൻ്റെ അവസ്ഥയിൽ മെക്കാനിക്കൽ പഠിച്ച ആള് ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ആ ഒരു 2017 ആ കാലഘട്ടത്തിലായിരുന്നു. എന്നിട്ട് ഞാൻ ബാങ്കിങ് ഫീൽഡിലോട്ട് സ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ബാങ്ക് കോച്ചിങ്ങിന് പോയി. എന്നിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു അമേരിക്കൻ കമ്പനിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ MNCയിൽ ജോബ് കിട്ടി. US ജോലി കിട്ടി. അവിടെ നിന്നാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. 1 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. 2018 മെയ്യിലാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. 2019 മെയ്യിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് 28 എനിക്ക് ജോലി കിട്ടി. 1 വർഷം കഴിഞ്ഞ് കറക്റ്റ് മെയ് 30 ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആയിരുന്നു 2019. ഞങ്ങളുടെ കല്യാണം 2020 മെയ് 31 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തെ ഗ്യാപ്പ്. 1 വർഷത്തെ ഗ്യാപ്പിന് കാരണം കൊറോണ. മാർച്ച് 15 ഇനീഷ്യലി പ്ലാൻ ഉണ്ടായിരുന്ന കല്യാണം. പിന്നെ അത് പോസ്റ്റ്പോൺ ചെയ്ത് ഞങ്ങൾ മെയ് 31 സ്റ്റിൽ ഞങ്ങളുടെ കല്യാണം ഒരു കൊറോണ കല്യാണമായിരുന്നു. കല്യാണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ഏരിയയിൽ പാലക്കാട് ചിറ്റൂർ ഭാഗത്ത് 144 ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ പോലെ ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ. കല്യാണം അങ്ങനെ ഫംഗ്ഷനൊക്കെ 30 പേര്, മാക്സിമം 50 പേര് ആയിരുന്നു. 50 ആള്
50 പേരൊക്കെ ആയിരുന്നു വിളിക്കാൻ പറ്റുന്ന ആ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നില്ലേ, ആ ടൈമിലായിരുന്നു നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഫാമിലി പറയുമ്പോൾ ഞാൻ സുജി, വാവ, പിന്നെ ഇവിടെ സുജിൻ്റെ അമ്മയുണ്ട്, അനിയനുണ്ട്. എൻ്റെ വീട്ടിൽ അച്ഛനമ്മ, അനിയൻ PSC പഠിക്കുകയാണ്. ഇവിടെ അവനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ചേച്ചിയുണ്ട്, ചേച്ചി ഡൽഹിയിൽ വർക്ക് ചെയ്യാണ്, ഹോസ്പിറ്റൽ ഫീൽഡാണ്, എയിംസില്. ചേട്ടനും ചേച്ചി കുഞ്ഞാവിയുണ്ട്, 3 ആളും അവിടെ തന്നെയാണ്. അടുത്ത മാസം വരുവരൊക്കെ. പിന്നെ ഞങ്ങളുടെ വീഡിയോയിൽ കാണുന്ന ഈ 2 വീടുകൾ, അതൊന്നില് ഒരു വീട് ഞങ്ങളുടെയും ഒരു വീട് സോണിയുടെ പാരൻസിന്റെയും വീടാണ്. അപ്പൊ അതാണ് ഞങ്ങള് മാക്സിമം സ്വിച്ച് ചെയ്ത് അവിടെയും ഇവിടെ ആയിട്ട് ഞങ്ങളുടെ വീഡിയോസ്. പിന്നെയും കുറെ വീടുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ഇവിടെ ചുറ്റുപാടുള്ള വീടുകളൊക്കെയാണ്. നമ്മുടെ ഏരിയയിലുള്ള എല്ലാവരും നമ്മള് വീഡിയോസ് എടുക്കുന്ന ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും അവരുടെ വീട്ടിലൊക്കെ വന്ന് വീഡിയോ എടുക്കുന്നൊക്കെ പറയും. കുട്ടികളാണെങ്കിലും എല്ലാവരും വരും. കുട്ടികളാണെങ്കിലും ഏട്ടന്മാരാണെങ്കിലും നമ്മളൊന്ന് വിളിച്ചാൽ മതി, ഇപ്പൊ വരാമെന്നും പറഞ്ഞിട്ട് വരും. എന്ത് സ്ട്രഗിൾ ആണെങ്കിലും, എന്ത് കഷ്ടമുള്ള വീഡിയോ, വെള്ളം നനയ്ക്കുന്ന വീഡിയോ, കളർ പൊടിയൊക്കെ തേക്കുന്ന വീഡിയോ ഒക്കെ, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആളുകളൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റണത് തന്നെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. ഫാമിലിയിലാണെങ്കിലും അമ്മയും അനിയന്മാരും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങള് ഒരു 7th എന്നൊരു ഫ്രണ്ട്സ് ഗ്യാങ് ആണ്. അപ്പൊ എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആണ്. എല്ലാവരുടെയും ഫേസുകൾ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവും. അതുകൂടാതെ ചുറ്റുമുള്ള കുട്ടികളാണെങ്കിലും ഈ ഋതിക്കുട്ടിനെ കളിപ്പിക്കാൻ വേണ്ടി തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ വരും. അവർക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ വീഡിയോ അവരെ എടുക്കുന്നതും. അവർ ഭയങ്കര സപ്പോർട്ടിങ് ആണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാ പുതുമുഖങ്ങളും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ബേബിയുടെ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ബേബി വലുതാവുമ്പോൾ ബേബിയുടെ മെമ്മറീസ് ബേബിക്ക് വലുതായി ഒരു 15 വയസ്സിൽ ഷെയർ ചെയ്യുമ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കുമല്ലോ, ഒരു കൊടുക്കാവുന്ന വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കുമല്ലോ എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അതിൽ പിക്ചേഴ്സായി ആഡ് ചെയ്തു, വീഡിയോസായി ആഡ് ചെയ്തു. എന്നിട്ട് കൊച്ചിന്റെ ഓരോ മൊമെന്റ്സും ക്യാപ്ചർ ചെയ്തുകൊണ്ട് ആ ചാനൽ നമുക്ക് ഷെയർ ചെയ്യാലോ എന്നുള്ള ഇതിലാണ് ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു അക്കൗണ്ട്. ഉണ്ണി 15 വയസ്സൊക്കെ കഴിയുമ്പോൾ ആ ടൈമിൽ അവൾക്ക് ഇതാ പറഞ്ഞിട്ട് കൊടുക്കാലോ, അവളുടെ മെമ്മറീസ് എല്ലാം കാണിച്ചു കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മള് പോസ്റ്റൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങള് ഒരു 3 ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ട്രിപ്പ് എന്നാണ് ശരിക്കും ഞങ്ങളുടെ യൂട്യൂബ് ജേണി റീഓപ്പൺ ചെയ്തത്. റീഓപ്പൺ എന്ന് പറയുമ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ എഫേർട്ട് ഇട്ട് ഓരോ വീഡിയോ എഡിറ്റ് ചെയ്ത് ദെൻ ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഇനീഷ്യലി നമുക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. നമ്മൾ ഇടുന്ന സമയത്ത് നമുക്ക് ഓരോ വ്യൂസ് നമ്മൾ ഓരോ മൊമെന്റിലും റിഫ്രഷ് ചെയ്ത് ഒരു നല്ലൊരു വ്യൂസ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്, നമുക്ക് മോട്ടിവേഷൻ ആണ്. നമുക്ക് വീഡിയോ ഇടുമ്പോൾ റീച്ച് കൂടുന്തോറും നമുക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ള പ്രേരണ. ആദ്യമൊക്കെ ഇടുന്ന വീഡിയോസ് 500, 600, 700 അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ചില വീഡിയോസ് ഒക്കെ 1000 കിടക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് നല്ല ഹാപ്പിയായി. അപ്പൊ വീണ്ടും വീഡിയോസ് ഇടാൻ തുടങ്ങി. അത് പിന്നെ 2000 കിടക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഒരു സ്റ്റാഗ്നേഷൻ പോയിന്റ്, ഒരു കോൺസ്റ്റന്റ് പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടുന്ന വീഡിയോസിന് ആദ്യം 500 സ്റ്റക്കായി നിൽക്കും, 500 മേലെ കൂടില്ല. പിന്നെ അത് മാറി 1000-ലായി, പിന്നെ 2500 സ്റ്റക്കായി. ഒരു മാസത്തോളം ഇങ്ങനെ 2500 ഏത് വീഡിയോ ഇട്ടാലും അത് 2.5K നിൽക്കും, അതിൽ കൂടില്ല. എല്ലാ വീഡിയോസും അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത്തിരി ആയിട്ട് കൂടി വന്നു. പിന്നെ ഞങ്ങള് ഒരു ദിവസം 2 വീഡിയോ ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങി. അപ്പൊ നമ്മളുടെ കുറച്ചും കൂടെ വ്യൂസ് കൂടി. കാലത്തിട്ട വീഡിയോന് വ്യൂസ് കിട്ടും, ചിലപ്പോൾ വൈകിട്ടിട്ട വീഡിയോന് വ്യൂസ് കിട്ടില്ല, ചിലപ്പോൾ തിരിച്ചായിരിക്കും. അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. യൂട്യൂബിന്റെ അൽഗോരിതം അത് തന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പുതിയതായിട്ട് ആരെങ്കിലും യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണവർക്ക് ഇതുപോലൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് കുറവാണെന്ന് കണ്ടിട്ട് നിർത്തി പോവാണ്ട് കണ്ടിന്യൂ ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ക്ലിക്കാവും അത് വിചാരിച്ചിട്ടാണ് നമ്മളും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും ക്ലിക്കാവും, ഏതെങ്കിലും ഒരു വീഡിയോ നല്ലത് കിട്ടും. പിന്നെ എല്ലാവർക്കും ഉള്ള ചോദ്യമായിരിക്കും, ഞാൻ വർക്കിംഗ് ആണല്ലോ, എപ്പോഴാണ് ഈ വീഡിയോ എടുക്കാനൊക്കെ സമയം? എൻ്റെ ഓഫീസിലുള്ളവർ പലതും ചോദിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഫുൾ വീക്കെൻഡ്, ഞങ്ങൾ പണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ വീക്കെൻഡും ട്രാവലിംഗ് ആയിരുന്നു. എവിടെയെങ്കിലും പാലക്കാട് പോവുക, ടൗണിൽ പോവുക, ഫുഡ് കഴിക്കുക, സിനിമയ്ക്ക് പോവുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങള് ഫുൾ വീക്കെൻഡ് ഒരു 2 ആഴ്ചത്തേക്കുള്ള വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്തിരിക്കും. എന്നിട്ട് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ച് രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യല പതിവ്. എന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബ് കാരണം നമ്മളുടെ പ്രൈമറി വർക്ക് ഒരിക്കലും സ്റ്റോപ്പ് ആവാത്ത രീതിക്കാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഫുൾ വീക്കെൻഡ് നമുക്ക്
ഇപ്പോഴും നമുക്ക് സ്റ്റോക്ക്ഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് 2-3 ആഴ്ചത്തെ വീഡിയോ നമ്മൾ ഓൾറെഡി ഫോണിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ സമാധാനത്തോടെ ഇരിക്കുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയ്യോ യൂട്യൂബിന് വീഡിയോ ഇട്ടില്ലല്ലോ, നമുക്ക് എടുത്തില്ലല്ലോ എന്നുള്ള കുറ്റബോധം പോലെ ഒരു മനസ്സിൽ ഫീൽ ഉണ്ടാവും. അപ്പോൾ അത് ഞങ്ങൾ അങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ട് എല്ലാ വീക്കെൻഡും ഞങ്ങൾ മാക്സിമം ആ ഒരു വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ പ്രൈമറി വർക്ക് ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനും പറ്റും. അതാണ് ഞങ്ങളുടെ സ്ട്രാറ്റജി. പിന്നെ ഋതിക്കുട്ടിന് എങ്ങനെയാണ് വീഡിയോസ്, ചിലരൊക്കെ ചോദിക്കാറുണ്ട് കുട്ടി നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ, കുട്ടി എങ്ങനെയാണ് ഇത് പറഞ്ഞാൽ കേൾക്കോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഋതിക്കുട്ടിക്ക് ആകെ 1.5 വയസ്സായിട്ടുള്ളൂ അല്ലേ? 1.5 വയസ്സും 1 മാസം. 19 മാസമായിട്ടുണ്ട്. ആവുന്നു 29-ാം തീയതി ആവും, ആയിട്ടില്ല. 1.5 വയസ്സ്. 1.5 വയസ്സേ ഉള്ളൂ. അപ്പൊ നമ്മൾ 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷം തന്നെ അവളെ കൊണ്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. നമ്മളിങ്ങനെ പറയും എന്തെങ്കിലുമൊക്കെ, അവളോട് അയ്യോ പറയാം. അപ്പൊ അയ്യോ എന്നൊക്കെ പറയും, ഷോ പറയും. അപ്പൊ അങ്ങനെ അത് പറയിപ്പിക്കുക, അത് എക്സ്പ്രഷൻ ആക്കി എടുക്കും. പിന്നെ നമ്മളെ വിളിച്ചിട്ട് പോണ സീനൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഐസ്ക്രീം തരാന്നൊക്കെ പറയും. ഇല്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീം ബാക്കിലുണ്ട്, കയ്യിൽ പിടിച്ചിട്ടുണ്ട്, അമ്മനെ കൂട്ടിട്ടോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒന്ന്. പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് റവന്യൂ. നമ്മളെ വീഡിയോസ് ഇട്ട് കുറേ ദിവസം അടുപ്പിച്ചിട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങുമ്പോഴേ നമുക്ക് മെസ്സേജ് ഒക്കെ വരും, പൈസ കിട്ടാൻ തുടങ്ങി, എത്ര രൂപ കിട്ടിയോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് യൂട്യൂബിന് പൈസ കിട്ടിയിട്ടില്ല ഇതുവരെ. യൂട്യൂബിന് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. 3 മില്യൺ ആവണം, 10 മില്യൺ ആവണം, അങ്ങനെ. പിന്നെ 4000 വാച്ച് അവർ വേണം. യൂട്യൂബിനുള്ളത് ആദ്യത്തെ മൈൽ സ്റ്റോൺ വന്നിട്ട് നമുക്ക് 3 മില്യൺ വ്യൂസും 500 സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് എന്നുള്ളൊരു സൂപ്പർ താങ്ക്സും ഗിഫ്റ്റ് നമുക്ക് ഇനബിൾ ചെയ്യാൻ പറ്റും. അപ്പം അത് ഞങ്ങളുടെ ഇനബിൾ ആയിട്ടുണ്ട്. പക്ഷേ 10 മില്യൺ വ്യൂസ് 90 ഡേയ്സിൽ ഷോർട്സിന് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ആഡ് റവന്യൂ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആക്ച്വലി ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് റവന്യൂ കിട്ടാൻ തുടങ്ങിയിട്ടില്ല. എല്ലാവർക്കും തോന്നുന്നു ഇത്രയും വീഡിയോ ഇട്ടുണ്ടല്ലോ, സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ടല്ലോ, അപ്പം എന്തുകൊണ്ട് റവന്യൂ ഇല്ല എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടോ. ആക്ച്വലി യൂട്യൂബ് അത്ര ഈസിയുള്ള പണിയല്ല, കുറേ കഷ്ടപ്പെടണം, നല്ല ഹാർഡ് വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ട് നമ്മൾ വെറുതെ വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് അങ്ങനെ കിട്ടുന്ന ചിലവർക്ക് വിചാരമുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല, നല്ല പരിപാടി, നല്ല കഷ്ടം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതാക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 2 വീഡിയോ ഒക്കെ വെച്ചിട്ട് മാക്സിമം വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ, നല്ല കണ്ടന്റുള്ള വീഡിയോസ് ഇട്ടാൽ മാത്രമേ യൂട്യൂബ് റിക്കഗ്നൈസ് ചെയ്ത് ഷോർട്ട് ഫീഡിലൊക്കെ കൊണ്ടുപോയി കുറച്ച് റീച്ച് ആക്കുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയ്ക്ക്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പുതിയ ചാനലാണ്, നമ്മൾ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഇടുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അതൊക്കെ തന്നെ. അപ്പൊ എല്ലാവരും ചോദിക്കണ്ടാവും ഋതിക്കുട്ടി എവിടെ, അമ്മ എവിടെ എന്നൊക്കെ. അപ്പൊ ഋതിക്കുട്ടി അമ്മ എവിടെ ചോദിക്കുമ്പോ അമ്മ പറഞ്ഞു വിളിക്കണ്ടായിരുന്നു. അപ്പോ ഇതാണ് നമ്മുടെ ഋതിക്കുട്ടി, ഇതാണ് നമ്മുടെ അമ്മ. അപ്പൊ ഇതാണ് നമ്മളുടെ ഋതിക്കുട്ടി. ഹായ് പറ ഋതി. ഹായ് പറയ്. ഹായ്. അമ്മയുണ്ട്. ഇങ്ങനെ നിന്നോ, ഒന്നല്ലേ ഉണ്ണിനെ കാണുള്ളൂ. അമ്മ ഋതിക്കുട്ടി, ധാരമാവേ, ധാരാണിത്, ആര് മാവേ ഇത്? ആരാണത്? അതെടുക്കാൻ പറ്റില്ല. അക്കമ്മ എന്നാ പറയാ. അച്ചമ്മ കമ്പറ. നമ്മള് എന്ത് പറഞ്ഞു കൊടുത്താലും ഋതിക്കുട്ടി അതേപോലെ തിരിച്ചു പറയും. അതാണ് ഞങ്ങളുടെ വീഡിയോന്റെ രഹസ്യം. ഋതിക്കുട്ടിനെ വെച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ഓക്കെ, ടാറ്റ പറ. ക്യാമറ നോക്കിട്ട് ടാറ്റാ, ബൈ ബൈ. Thanks for watching this video.